അച്ഛാ ഞാനും ടിൻഡു മോനു സിനിമക്ക് പോട്ടെ. വേണ്ട, ഇവിടുന്ന് ആരും എടുത്തു വിടില്ല. അച്ഛാ പ്ലീസ് അച്ഛാ. അച്ഛന് ഒരേ ഒരു വാക്കുള്ളൂ, പോകണ്ട പറഞ്ഞാൽ വേണ്ട. അല്ലേലും എന്നെ ആർക്കും പറ്റില്ലല്ലോ. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ എന്തായാലും പോകാൻ അനുവദിക്കുകയില്ല. എന്തിനാ ലൂസി നീ കരുന്നത്? അത് എനിക്ക് ഏറെ ആശിച്ചു പോയിരുന്നു ഈ സിനിമക്ക് പോയി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിരുന്നു, ഞാൻ മാത്രം പോയില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാനും നീയും പോട്ടെ, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ഇതിനാണ് കരയുന്നത്? അതിനൊക്കെ ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്, നിനക്ക് സിനിമക്ക് പോയ പോരെ, എന്നാ എന്റെ കൂടെ വാ. എന്നാലും പറയൂ. അപ്പൊ കാണാതെ തന്നെ നമുക്ക് പോകാം. കാണാതെയോ? വേണ്ട. വേണമെങ്കിൽ പോവാ. എന്നാ പോവാല്ലേ? അതന്നെ, എന്നാ വാ ലൂസി. ആദ്യമായിട്ട് ടിൻഡു ഞാൻ ഇങ്ങനെ സിനിമ കാണാതെ വരുന്നത് എനിക്ക് നല്ല സന്തോഷം വരുന്നു. സന്തോഷം എന്താ ഇപ്പൊ മായാതെ നോക്കിയാൽ കിട്ടോ? അച്ഛൻ അറിഞ്ഞ തീർന്ന്. ഇന്നാ പോയി നമുക്ക് സിനിമ കാണാം. ഇങ്ങോട്ട് വാ ടിൻഡു, ഷോ തുടങ്ങാനായി. ഇതാ വരുന്നു. ഹായ് ലാലേട്ടൻ, കൂയ്. ലാലട്ട് ഇടിക്ക്. അങ്ങനെ കഴിഞ്ഞൊന്നും നമുക്ക് പോവില്ലേ? വേം അല്ലെങ്കിൽ ഡാഡിക്ക് ഡൗട്ട് കൊടുക്കും. വേഗം പോ. എടാ അച്ഛന്റെ ഫേസ് കണ്ടിട്ട് ചൂടിലാണല്ലോ. വാ നമുക്കെന്നാ പോയി നോക്കാം. അച്ഛാ നിങ്ങൾ എത്തിയോ? നിങ്ങൾ എവിടേക്കായിരുന്നു പോയിരുന്നത്? അത് മുണ്ടല് ഞാൻ പറഞ്ഞോളാം, കൊളമാക്കാം. അതച്ഛാ ഞങ്ങൾ കളിക്കാൻ പോയതാ. സത്യം പറയും, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നല്ല ഇടി വാങ്ങിക്കും. സത്യമായിട്ട് അച്ഛാ. അതിനെന്തിനാ നിങ്ങൾ കരയുന്നത്? അത് നിങ്ങൾ കൂടുതൽ അഭിനയിക്കണം. നിങ്ങൾ സിനിമക്ക് പോയ ഫോട്ടോ എന്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ വിവരവും അറിഞ്ഞു. നിങ്ങൾക്ക് രണ്ട് തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് പിടിച്ചോ. അച്ഛാ ഞാനിനി പോയെന്ന് തെല്ലല്ലേ. എടി നിനക്ക് ഞാൻ തരാം. ഇങ്ങനെ ചെയ്യരുത്, അതിനു വേണ്ടിയുള്ള ഐഡിയ ചോദിക്കാതെയും പറയാതെയും പോവരുത്. എന്റെ കുട്ടികളെ ഞാൻ ഒരുപാട് തല്ലണ്ടിയില്ലായിരുന്നു. അവരെ പറഞ്ഞ് മനസ്സിലായാൽ മതിയായിരുന്നു. എന്റെ കൈകൾ കൊണ്ട് ഞാൻ അവർ തല്ലിയല്ലോ. ഇനി അവരെ വിളിച്ച് എങ്ങനെയെങ്കിലും ക്ഷമിപ്പിക്കണം. പാവം എന്റെ കുഞ്ഞുങ്ങൾ. ടുട്ടു ലൂസി ഇങ്ങോട്ട് വരൂ. എന്താ ഇനി ഞങ്ങൾ തല്ലല്ല, ഇനി ഞങ്ങൾ പോകില്ല. അതെ അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കച്ചാ. മക്കളെ ഇങ്ങ് വരൂ. ഞാൻ നിങ്ങളെ തല്ല വിളിച്ചതല്ല, ഞാൻ നിങ്ങളോട് ചെയ്തതിന് സോറി. അതൊന്നും കുഴപ്പമില്ല അച്ഛാ. എന്റെ പാവം കുഞ്ഞുങ്ങൾക്ക് വേദനിച്ചോ? ഈ അച്ഛനെ ക്ഷമിക്ക്. അച്ഛാ വേണ്ട, അച്ഛാ വേണ്ട, ഞങ്ങളോട് ക്ഷമ ചോദിക്കണ്ട അച്ഛാ. അച്ഛന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളോടുള്ള അപ്പത്തിരിപ്പേ കളിയതല്ലേ, ഞങ്ങൾ അതൊക്കെ വിട്ടു. അതിന് ഞങ്ങളൊക്കെ വിട്ട് ഞങ്ങൾക്ക് അപ്പൊ കുറച്ച് വിഷമായിരുന്നു, പിന്നെ മനസ്സിലായി. ഇങ്ങനെ രണ്ട് കുട്ടികളെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ അച്ഛനോട് ക്ഷമിക്കണേ മക്കളെ.